കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെ സർക്കാർ ജീവനക്കാരുടെ നമ്പറിലേക്ക് വന്ന വാട്സ്ആപ്പ് സന്ദേശമാണ് വിവാദ വിഷയം. ജീവനക്കാരുടെ സ്വകാര്യ നമ്പറുകളിലേക്ക് ഗ്രൂപ്പായി സന്ദേശം അയച്ചതിലൂടെ ശമ്പളത്തിന്റെ സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്നുള്ള ഡാറ്റ ചോർത്തിയെന്നാണ് ആരോപണം. നീക്കം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ വ്യാഖ്യാനിക്കുന്നു. സ്പ്രിംഗ്ലറിന് സമാനമായ വിവരച്ചോർച്ചയെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നുവെന്ന ആരോപണം നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ചേക്കും. എന്നാൽ ആക്ഷേപങ്ങൾ പാടെ തള്ളുകയാണ് സർക്കാരും CPM-ഉം. ഡാറ്റ ചോർച്ച വിവാദത്തിലെ വാസ്തവം എന്താണ്? നമുക്ക് പരിശോധിക്കാം. DA 10% അനുവദിച്ച് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് സർക്കാർ ജീവനക്കാരുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം വന്നത്. സ്പാർക്കിൽ നിന്നും, അതായത് ജീവനക്കാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയറിൽ നിന്നും അവരുടെ ഡാറ്റ ചോർത്തിയാണ് സന്ദേശം അയച്ചതെന്നും ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും ചട്ടലംഘനവുമാണെന്നുമാണ് പ്രധാന ആരോപണം. ഈ സ്പാർക്കിലെ അതീവ രഹസ്യമായ വ്യക്തിഗത വിവരങ്ങൾ IT വകുപ്പിന് കൈമാറിയത് സ്പ്രിംഗ്ലർ തട്ടിപ്പിന് സമാനമാണെന്നാണ് NG അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ ഖാൻ കുറ്റപ്പെടുത്തിയത്. വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചുള്ള സർക്കാരിന്റെ PR പരിപാടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. ആദ്യം നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ഇത് ജീവനക്കാരിൽ നിന്ന് അവരുടെ സ്പാർക്കിൽ നിന്നുള്ള ഡാറ്റ മോഷണമാണ്. ശരിക്കും അവരുടെ വ്യക്തിപരമായ വിവരങ്ങളടക്കം സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഇത് IT വകുപ്പിൽ നിന്നും ആണ് ഈ മെസ്സേജ് മുഴുവൻ ജീവനക്കാർക്കും ഇന്ന് കിട്ടിയത്. വ്യക്തിപരമായ ഡീറ്റെയിൽസ് അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ആദ്യം ചോദ്യം. അപ്പോൾ ഇത് ശരിക്കും സ്പ്രിംഗ്ലർ അഴിമതിയിൽ കണ്ടെത്തിയതുപോലെ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്ത ജീവനക്കാരുടെ ഡീറ്റെയിൽസ് മറ്റ് പല മേഖലകളിലും പലതിനും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇതൊരിക്കലും ആശാസ്യമല്ല, ജീവനക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും നിയമപരമായ നടപടിയുമായി NGO അസോസിയേഷൻ മുന്നോട്ട് പോകും. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഇതിൽ നിരവധി സംശയങ്ങളുണ്ട്. ഒന്ന്, ഈ ആളുകളുടെയൊക്കെ ജീവനക്കാരുടെയൊക്കെ പേഴ്സണൽ നമ്പറുകളിലേക്കാണ് മെസ്സേജുകൾ വന്നിരിക്കുന്നതെന്നാണ്. സ്പാർക്ക് എന്ന് പറയുന്നത് ഇവരുടെ വ്യക്തിഗതമായ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം, സർക്കാർ ജീവനക്കാർക്കൊക്കെ ശമ്പളവും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഈ സ്പാർക്കിൽ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് IT വകുപ്പിന്റെ കയ്യിലുള്ള ഈ വിവരങ്ങൾ ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി പേഴ്സണൽ നമ്പറുകൾ ലഭിച്ചതെന്നാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ പേരിൽ ഈ സന്ദേശം അയക്കുന്നത് എന്തിനാണ്? DA ഇത്തരത്തിൽ നൽകിയെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഉത്തരവിറങ്ങിയതുമാണ്. പിന്നെ എന്തിനാണ് ഈ മെസ്സേജ് അയക്കുന്നതെന്നാണ്. ഏറ്റവും ഒടുവിലായി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നിയമമന്ത്രി ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ പേരിൽ ഇത്തരത്തിൽ മെസ്സേജ് വരുമ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ രോഷം കൊള്ളുന്നതെന്നാണ്. ഏതായാലും ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ്, അതല്ലെങ്കിൽ ഒരു ഡാറ്റ ചോർച്ച ഉണ്ടായി എന്നതാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഒക്കെ തന്നെയും ആരോപണം. നമ്മൾ ഇതിനെ എങ്ങനെ വിലയിരുത്തണം? ഇത്തരത്തിലുള്ള ഒരു വലിയ ഡാറ്റ ചോർച്ച നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിനൊരു നിയമ നടപടിയിലേക്ക് കൂടി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? പ്രീത, ഗുഡ് ഈവനിങ്. പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പതിച്ചുള്ള ചീഫ് മിനിസ്റ്റർ ഓഫീസ് എന്ന പേരിൽ ബ്ലൂടിക്കുള്ള, അതായത് വെരിഫൈഡ് ആയ വാട്സപ്പിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ DA കുടിശ്ശിക കിട്ടിയിരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരുടെ ഫോണുകളിലേക്കെല്ലാം ഈ മെസ്സേജ് വരുന്നത് എന്നുള്ളതാണ്. മെസ്സേജ് വരുന്ന നമ്പറുകൾ നേരത്തെ വിനീത പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ അവരുടെ പേഴ്സണൽ വിവരങ്ങൾ കൊടുത്ത സ്പാർക്കിൽ നിന്ന് കിട്ടിയതാണ് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ്. പക്ഷേ ഇതിങ്ങനെ മെസ്സേജ് അയക്കുന്ന ഈ സാഹചര്യമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ സംസ്ഥാനത്ത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. 2 മാസം പോലുമില്ല പോളിംഗിലേക്ക് കടക്കാൻ. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ഈ ആളുകളുടെ കയ്യിലേക്കെല്ലാം പോകുന്നത് എന്നുള്ളതാണ്. DA കുടിശ്ശിക അനുവദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സാമൂഹ്യ പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ നടപടി എന്ന നിലയിൽ പോകുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള വാട്സപ്പിൽ നിന്ന് അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും അതല്ലെങ്കിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുമുള്ള ഒരു മെസ്സേജ് വരുന്ന ഈ ഒരു സാഹചര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് ഡാറ്റ ചോർച്ചയാണ് എന്നുള്ളതാണ്.
ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ചീഫ് സെക്രട്ടറി ഇങ്ങനെ തരം താഴാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് പോകുന്നത് എന്നുള്ളതാണ്. ഇത് DAയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും മാത്രമല്ല വിനീത വന്നിരിക്കുന്നത്. നേരത്തെ ചില ബാങ്കുകളിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേത് മികച്ച സംരംഭമാണ്, അതിനെല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംരംഭങ്ങൾ എടുത്ത എല്ലാവരുടെ മൊബൈലിലേക്കും ഈ മെസ്സേജ് പോയിട്ടുണ്ട്. പലരുടെയും സംരംഭങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് എന്ന കാര്യം വേറെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പെൻഷൻ കിട്ടുന്നവർക്കും മറ്റ് സർക്കാരിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള സഹായം കിട്ടുന്നവർക്കും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പോകും എന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിനെ പ്രതിപക്ഷം വളരെ ഗൗരവമായി എടുക്കുന്നു. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള അടവായിട്ടാണ് കോൺഗ്രസും പ്രതിപക്ഷ സർവീസ് സംഘടനകളും ഉൾപ്പെടെയുള്ളവർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവാദത്തിലുള്ള വലിയ സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ കോടതിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല വിനീത. ശരി, തീർച്ചയായും ഈ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്ന കാര്യം അത് ആശങ്കാജനകമായ കാര്യങ്ങൾ തന്നെയാണ് അവർ ഉയർത്തുന്നത്. നോക്കൂ, നമുക്ക്